ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നെർവസ് സിസ്റ്റം ഹീലിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് നമ്മളുടെ പല കോഴ്സസിൻ്റെ സെഷൻസിലും അതേപോലെ തന്നെ റീസെൻ്റ്ലി ഒരു കമൻ്റായിട്ടും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ മേ ബി അതൊരു ടോപ്പിക്കായിരിക്കാം, റിക്വസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച്, അതായത് നെർവസ് സിസ്റ്റത്തിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നും നെർവസ് സിസ്റ്റത്തിനും സ്പിരിച്വാലിറ്റിക്കും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നും പറഞ്ഞു തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആവാൻ വഴിയുണ്ട്, കാരണം കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. ആൻഡ് നെർവസ് സിസ്റ്റം ഹീലിംഗ് എങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാം. അപ്പോൾ നെർവസ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാം. നാഡീവ്യൂഹം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇത് ന്യൂറോ സയൻസിൻ്റെ ഭാഷയിൽ ഒത്തിരി വലിയൊരു ടോപ്പിക്കാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞ ഒരു സയൻസാണിത്. നമ്മളുടെ നെർവസ് സിസ്റ്റത്തിലുള്ള അതാത് ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള മൂഡ് സ്വിങ്സ്, ഡൈജഷൻ, അതേപോലെ എന്ന് വെച്ചാൽ ഇൻറ്റേർണലി നമ്മളുടെ അവയവങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തെയും ബാധിക്കുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഫങ്ഷനാലിറ്റിയിലുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഒരു നെർവസ് സിസ്റ്റം കാമാണ്. ഈ ഒരു നെർവസ് സിസ്റ്റം വളരെ ഒരു നോർമൽ വേയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവിടെ ഡിപ്രഷനോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ എക്സ്റ്റേർണലി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള അസുഖങ്ങളും നമ്മളുടെ ബോഡിക്ക് വരില്ല. എഗെയിൻ ഇത് നമ്മളുടെ ബോഡിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്പിരിച്വാലിറ്റീൻ്റെ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾക്ക് നെർവസ് സിസ്റ്റത്തിൽ ഇടാൻ പിംഗള നാഡി എന്ന് പറയും. എഗെയിൻ സയൻസിലും പറയുന്നത് നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇട ആൻഡ് പിംഗള നാഡീനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സുഷുമ്ന നാഡി ആക്ടിവേറ്റ് ആവുകയും ഇതിലൂടെ നമ്മളുടെ കുണ്ടലിനി അവേക്കനിങ് ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്യും. അതാണ് ശരിക്കും പറയുമ്പോൾ നെർവസ് സിസ്റ്റവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബന്ധം. അതായത് എല്ലാം ഒന്നാണ്, പറയുന്ന ഒരു പ്രക്രിയ വേറെയായിട്ട് പറയുക, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ്. പക്ഷേ പ്യൂർലി പറയുമ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഹീലിംഗ് വരുന്നത് ഒരു സയൻസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഫ്ലഷിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നെർവസ് സിസ്റ്റം വന്നിട്ട് നമ്മളുടെ എനർജറ്റിക് സെൻറ്റേഴ്സിലേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, അതായത് നമ്മൾ പറയുന്ന ഈ ചക്രാസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നെർവസ് സിസ്റ്റം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്താണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഹീലിംഗ്? ഓഫ് കോഴ്സ് നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് മൈൻഡ്, ബോഡി, സോളിനെ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഹീലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെയും വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ബിയോണ്ട് ദാറ്റ് നമ്മൾ എന്തൊക്കെയോ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇൻറ്റേർണലി നമ്മൾ കണക്റ്റ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയും നമ്മളുടെ ലൈറ്റ് ബോഡിയെ ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു മൾട്ടി ഡൈമെൻഷണൽ ബീയിങ് ആയിട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കർത്തവ്യമെന്നോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇല്ലൂഷൻ ബേസിലായിരിക്കും നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പം വിചാരിക്കുന്നത്. ഓഫ് കോഴ്സ് അതൊരു പാർട്ട് ഓഫ് ദ ജേർണിയാണ്. എഗെയിൻ ബോഡീനെ കുറിച്ച് പറയുമ്പോൾ സയൻസിൽ പറയുന്നത് നമ്മളുടെ ഓരോ ശരീരത്തിലും, അതിപ്പം അവേക്കനിങ്ങിൽ വന്നവരാണോ അല്ലാത്തവരാണോ എന്നൊന്നുമില്ല, ഈ ഒരു ബോഡിയിൽ ഇരിക്കുന്ന ഓരോ ക്രമീകരണങ്ങളെന്ന് നമുക്ക് പറയാം. നമ്മൾ അവയവങ്ങളെന്ന് പറയും, അല്ലെങ്കിൽ നാഡീവ്യൂഹം എന്ന് പറയും, അല്ലെങ്കിൽ ഈ ബോഡീൻ്റെ മൊത്തം ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡൈമെൻഷണൽ ആക്സസിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുമുണ്ട്. നമ്മൾ പറയും കുണ്ടലിനി അവേക്കനിങ് എന്ന് സ്പിരിച്വാലിറ്റിയിൽ. വേറാസ് സയൻസിൽ പറയുന്നത് നമ്മളുടെ സ്പൈനിലുള്ള ലിക്വിഡ്സ് ആൻഡ് വാട്ടർ, അതിന് പലതരത്തിലുള്ള സയൻറ്റിഫിക് നെയിംസ് ഉണ്ട് ആക്ച്വലി. ആ വാട്ടർ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ശരിയായ തരത്തിലുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം ആ വാട്ടർ മുകളിലേക്ക് വരുമ്പോൾ ഈ ബോഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക്
ഇൻഫിനൈറ്റ് പോസിബിലിറ്റീസ് ഉള്ള കാര്യങ്ങളെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതിപ്പം അതിൽ മൾട്ടി ഡൈമെൻഷണൽ ആക്സസ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പല സയൻറ്റിഫിക് ആയിട്ടുള്ള ബുക്സിലും ഇത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള ആക്സസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ അത് പറയുന്നത് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ എന്നാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ലൂസിഡ് ഡ്രീംസ് എന്ന് പറയാം, ആസ്ട്രൽ ട്രാവൽ എന്ന് പറയാം. ഇതൊക്കെ തന്നെയാണ് സയൻറ്റിഫിക്കലി അവിടെ പറയുന്ന കാര്യങ്ങളും. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് സയൻറ്റിഫിക്കലി പറയുമ്പോഴും. ഈ ഒരു ബോഡിയിലുള്ള അല്ലെങ്കിൽ ഇൻ പെർട്ടിക്കുലറായിട്ട് സ്പൈനിലുള്ള പെർട്ടിക്കുലറായിട്ടുള്ള ഫ്ലൂയിഡ്സിനെ മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ആ ബോഡീനെ അല്ലെങ്കിൽ ആ ഒരു ബോഡീനെയും സോളിനെയും കണക്ട് ചെയ്യുന്ന ബ്രീത്തിലൂടെ ആയിരിക്കും അത് പറ്റുന്നത് എന്നാണ് സയൻസ് പറയുന്നത്. ഈവൻ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഇതാ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇനിയൊരു കണ്ടീഷൻ സയൻറ്റിഫിക്കായിട്ട് ന്യൂറോ സയൻസിലും ഒക്കെ വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എഗെയിൻ അത് കണ്ടീഷനിങ്ങും ട്രോമ ബേസ്ഡുമാണ്. അവിടേക്ക് വരുന്നതിന് മുമ്പ് അതായത് നമ്മളുടെ ആ ഒരു ഇൻഫിനൈറ്റ് പോസിബിലിറ്റീസിലേക്ക്, ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയില്ലേ, ഐ ആം ദ റിയാലിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് ഞാനാണെന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾക്ക് ഉള്ള പെയിൻ ബോഡീനെ നമ്മൾ ഹീൽ ചെയ്യണം. ഓക്കെ, ഈ പെയിൻ ബോഡിയാണ് നമുക്ക് നെർവസ് സിസ്റ്റത്തിൽ കിടക്കുന്നത്. പെയിൻ ബോഡി എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള ഷാഡോസ് ആവാം, പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമാവാം, ലിമിറ്റേഷൻസ് ആവാം, ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം ആവാം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സയൻസ് ആണെങ്കിലും സ്പിരിച്വാലിറ്റി ആണെങ്കിലും നമ്മളുടെ ബോഡീനെ ആത്മാവിലേക്ക് കണക്ട് ചെയ്യാനായിട്ടും അതിലൂടെ മൈൻഡിനെ കാം ചെയ്യാനായിട്ടും നമ്മൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ബ്രെത്താണ്, നമ്മുടെ ശ്വാസമാണ്, പ്രാണ ആണ്. അപ്പോൾ എഗെയിൻ നെർവസ് സിസ്റ്റം ഹീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ പറഞ്ഞ പോലെ പെയിൻ ബോഡീനെ ഹീൽ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളൊക്കെയും എഗെയിൻ ഇനിഷ്യൽ ഡേയ്സ് ഓഫ് അവേക്കനിങ്ങിൽ അല്ലെങ്കിൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ലൈക്ക് മെഡിറ്റേഷൻസ് ചെയ്യും, പലതരത്തിലുള്ള ഇന്നർ വർക്ക് കണ്ടിന്യൂസ്ലി ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗോ ത്രൂ ആകുമ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ മൈൻഡിനെ കാമാക്കണം, അതിലൂടെ നമ്മളുടെ സോളിലേക്ക് നമുക്ക് കണക്റ്റ് ആവണം. പക്ഷേ ഇതിനെയൊക്കെയും ബിയോണ്ടായിട്ട് നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ഗ്രൗണ്ടിങ് ചെയ്യുമായിരിക്കും, എക്സസൈസ് ചെയ്യുമായിരിക്കും, പക്ഷേ ബോഡിയിലേക്ക് നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ സെൽഫ് ലവിലൊക്കെ വരുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്, മേ ബി നമ്മളുടെയൊക്കെ ആ ഒരു ലുക്സിലൊക്കെയും കുറച്ചുകൂടെ കെയർ എടുക്കും. ഫുഡ് ഹാബിറ്റ്സിൽ ഓഫ് കോഴ്സ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഈ ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ പോലും അതൊക്കെ ഓഫ് കോഴ്സ് അതും നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. എങ്കിൽ പോലും മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ബോഡീനെ, അതായത് നെർവസ് സിസ്റ്റത്തെ എങ്ങനെ ഹീൽ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും പാർഷ്യലി നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണെങ്കിലും ഇതിൽ ശരിക്കും പറയുമ്പോൾ നമ്മളുടെ ഒരു ട്രോമ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലൊരു മെമ്മറി ആയിട്ടല്ല. ഇത് എഗെയിൻ സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്. ഇതാണ് നെർവസ് സിസ്റ്റം ഹീലിങ്ങിൽ സ്പിരിച്വാലിറ്റിയിലും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മളുടെ പെയിൻ, ട്രോമാസ്, ബ്ലോക്കേജസ് കിടക്കുന്നത്? ഓഫ് കോഴ്സ് മൈൻഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ്, വേറാസ് അത് ബോഡിയിലെ നെർവസ് സിസ്റ്റത്തിലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുമ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇന്നർ ചൈൽഡിൻ്റെ ട്രോമ സർഫേസിൽ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ മൈൻഡിനോട് ഐ റിലീസ് ഓൾ ദ തിങ്സ് എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം ചെയ്തെടുക്കും. അത് സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗ് ആയി. അഗെയിൻ ഇതൊക്കെയും പാർട്ട് ഓഫ് ദ ഹീലിംഗ് ആണ് കേട്ടോ. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇവിടെ എഗെയിൻ ആ ഒരു ട്രോമ റിലേറ്റഡ് ആയിട്ട് ആ ട്രോമ നമുക്ക് ഓർമ്മ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ 10 വയസ്സുള്ള എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഒരു കാര്യമാണെങ്കിൽ, ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് എൻ്റെ ലൈഫിലെങ്കിൽ, ആ അനുഭവത്തെ ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പം, മെഡിറ്റേഷനിലൂടെ ഞാൻ കണക്ട് ചെയ്യപ്പെടുമ്പം എപ്പോഴും ഞാൻ മൈൻഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണെന്നുള്ള എൻ്റെ തോട്ട് പാറ്റേൺ എന്താണെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഹീലിംഗ് കൊടുക്കും. എന്നാൽ
അതേസമയം നമ്മുടെ ബോഡിയും അവിടെ റെസ്പോണ്ട് ആവും. ഒരു പെയിനിൻ്റെ രൂപത്തിൽ, ഒരു ട്വിങ്ക്ലിംഗ് സെൻസേഷൻ്റെ രൂപത്തിൽ. ചിലപ്പോൾ ഒക്കെ നമ്മൾക്ക് ആ പെയിന് ഹാർട്ട് ചക്രയിൽ ഹെവിനെസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബോഡീൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ റിബ്സിലൊക്കെ പെയിനായിട്ട്, ഷോൾഡേഴ്സിൽ പെയിനായിട്ട്, കൈകളിൽ, കാലുകളിൽ, മുട്ടുകളിലൊക്കെ പെയിനായിട്ട് വരുന്നത് ആ ഒരു മൊമെൻറ്റിൽ, അതായത് 10 വയസ്സുള്ള എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിലൂടെ കടന്നു പോയപ്പം ആ ട്രോമേനെ ഞാൻ ബോഡിയിലെ നെർവസ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇന്ന സ്ഥലത്തുനിന്നില്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആ ഷോക്കാണ് അവിടെ. അതാണ് നമ്മുടെ ആക്ച്വൽ ബ്ലോക്കേജ് ബോഡിയിലുള്ളത്. നമ്മളിനിയും എത്ര കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ചെയ്താലും ഈ ബ്ലോക്കേജസിനെ നമ്മൾ ക്ലെൻസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു സേഫായിട്ട്, നമ്മളുടെ ബോഡിയിൽ നമ്മൾ സേഫായിട്ട് ഫീൽ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ നമ്മൾ സേഫ് ആയിട്ട് ഫീൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നമ്മൾ ഹീലിംഗ്, ഇത് ഇനിയൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരുന്നത് റിപ്പീറ്റഡ് പാറ്റേൺ. അതായത് പലപ്പോഴും ഹീൽ ചെയ്താലും ഇതങ്ങോട്ട് മാറുന്നില്ല, പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് സെയിം കൈൻഡ് ഓഫ് തിങ്സ് എൻ്റെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആൾക്കാർ, തിങ്സ്, സിറ്റുവേഷനൊക്കെ പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ട്രോമേനെ നമ്മൾക്ക് മൊത്തത്തിൽ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പീറ്റഡ് പാറ്റേൺ എന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പം എവിടെയും ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മളൊരു അടുത്ത് ജോലി ചെയ്യുന്നു, അവിടുത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം നമ്മളവിടെ ജോലി വിട്ട് ഇനി ഒരിടത്ത് ജോലിക്ക് പോയി എന്ന് വിചാരിക്കുക. സെയിം കൈൻഡ് ഓഫ് ഇഷ്യൂസ് വേറെ ആൾക്കാർ ത്രൂ നമുക്കവിടെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം, അതായത് രണ്ടാമത്തെ സ്ഥലത്ത് ഞാൻ പോയി ജോലി ചെയ്യുന്നു, അവിടെ സിമിലർ കൈൻഡ് ഓഫ് ഇഷ്യൂ ഒന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് പെട്ടെന്ന് വിചാരിക്കും ഇതെന്താ പഴയ പോലെ ആണല്ലോ എന്ന്. പക്ഷേ ഈ പഴയ പോലെ ആണല്ലോ എന്ന് നമ്മളുടെ മൈൻഡ് ഓർമ്മിപ്പിക്കുന്നത് ആക്ച്വലി അത് നിങ്ങളുടെ ബോഡിയിൽ ഇന്ന സ്ഥലത്ത് ആ പഴയ പോലെ ആണല്ലോ എന്ന് വിചാരിക്കുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്ക് ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെൻസേഷൻ ഫീൽ ആവും. അതാണ് ശരിക്കും നെർവസ് സിസ്റ്റത്തിൽ കിടക്കുന്ന ട്രോമ. ഇതൊരിക്കലും നമ്മളുടെ ബോഡിയിൽ സേഫായിട്ട് ഫീൽ ആവാനായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതായത് ഒത്തിരി നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്യുമെങ്കിലും പെട്ടെന്ന് ഈ കാര്യം നമ്മൾക്കൊരു വോയിഡ് ഫീലിംഗ് ആയിരിക്കും. ജേർണിയിൽ കുറേ മുമ്പോട്ട് വന്നാലും ഒരു ഫുൾഫിൽമെൻറ്റ് വരത്തില്ല. അതായത് ഞാൻ കംപ്ലീറ്റ് ആണെന്നുള്ള ഒരു ഫീലിംഗ് വരാത്തത് എഗെയിൻ ഈ ട്രോമാസ് കിടക്കുന്നതുകൊണ്ടായിരിക്കും. ഈ ട്രോമാസിൽ പെർട്ടിക്കുലർലി ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ, ഇത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു സേഫായിട്ട് ഫീൽ ആയാൽ മാത്രമേ അവരുടെ ഇമോഷൻസിനെയും ക്രിയേറ്റീവ് സൈഡിനെയും അത്രയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എഗെയിൻ ആ ഒരു ക്രിയേറ്റീവ് സൈഡിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് സേഫായിട്ട് ഫീൽ ആവണമെങ്കിൽ ഈ ട്രോമാസിനെ നമ്മൾക്ക് ക്ലെൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഇന്നർ മസ്കുലൈൻ നമ്മൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ തരത്തുള്ളൂ. അപ്പം ഈ സേഫർ ഫീലിംഗ് ഇല്ലാത്തപ്പോഴാണ് ഒത്തിരി ഹീലായി കഴിഞ്ഞിട്ടും എനർജറ്റിക്കലി പോലും ഡിവൈൻ ഫെമിനൈൻ അവരുടെ മസ്കുലൈൻ എനർജീനെ, ഔട്ടർ മസ്കുലൈനെ അവർ എനർജറ്റിക്കലി ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ലാക്കിൻ്റെ ഫീലിംഗ് മതി. അതായത് എത്ര ഹീലിംഗ് ഒക്കെ ചെയ്ത് അത്രയും അബൻഡൻസിലൊക്കെ വന്നിട്ടും അത്രയൊരു ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയിലല്ല എങ്കിൽ മനസ്സിലാക്കുക നെർവസ് സിസ്റ്റം നമ്മളെ കാമാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഇനിയൊരു ഉദാഹരണം പറഞ്ഞാൽ, എഗെയിൻ ഫാദർ വുണ്ടിലേക്കായിരിക്കും ഇത് കണക്ട് ചെയ്യപ്പെടുന്നത്. ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാദറിൻ്റെ അടുത്ത് വളർന്ന ഒരു പെൺകുട്ടി, അത് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മുമ്പോട്ട് വരുമ്പോൾ ആ കുട്ടി കുറച്ച് വലുതായി കഴിയുമ്പം വളരെയധികം മസ്കുലൈൻ എനർജിയിലായിരിക്കും. അതായത് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കും, സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കും, സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവരെ കാണിക്കും. അതായത് വെളിയിൽ ലോകത്തിന് ആ പെൺകുട്ടി ഒരു അഡൾട്ട്ഹുഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക്, വലുതാകുമ്പോഴത്തേക്കൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ്, അതായത് ആ കുഞ്ഞു വേർഷൻ എല്ലായ്പ്പോഴും ഓൾവേസ് അവരൊരു ഒന്ന് എന്നെ മനസ്സിലാക്കുന്ന ഒരു മസ്കുലൈൻ എനർജി എൻ്റെ ലൈഫിൽ വേണം. അതിപ്പം ഒരു പാർട്ട്ണറിൻ്റെ രൂപത്തിൽ, ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിൽ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അൺകോൺഷ്യസ്ലി. സോ ഈ സെർച്ചിങ് പോയി അവസാനിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള മസ്കുലൈൻ എനർജീസിനെ അവരുടെ ലൈഫിൽ എപ്പോഴും
അട്രാക്റ്റ് ചെയ്യും. എഗെയിൻ ഈ പെൺകുട്ടി ഒരിക്കലും വളർന്നിനി എത്ര വലുതായി ഒഫീഷ്യലി ഒക്കെയും അല്ലെങ്കിൽ 3Dയിൽ എത്രത്തോളം സക്സസ്ഫുൾ ആണെങ്കിലും ആ പെൺകുട്ടിക്ക് അതിൻ്റെ ഒരു അതായത് ആ ബോഡിയിൽ ആ പെൺകുട്ടി എപ്പോഴും സേഫായിട്ട് ഫീൽ ആവുന്നില്ല. കാരണം ഈ ആ പെൺകുട്ടീനെ റീപേരൻ്റ് ചെയ്യാനായിട്ട് അവർ ഒരു മസ്കുലൈൻ എനർജീനെ വെളിയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആ സേഫ് സോണിലാണ് ഞാനെന്നുള്ള ഒരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും തോന്നില്ല. അതിനി 50 വയസ്സായാലും 60 വയസ്സായാലും. ഇതാണ് നമ്മളിങ്ങനെ ട്രോമ സ്റ്റോർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇൻ പെർട്ടിക്കുലറായിട്ടും നമ്മളുടെ ഡിവൈൻ മസ്കുലൈൻ എനർജി നമ്മൾക്ക് എടുത്ത് കാണിക്കുന്നത് ഈ ട്രോമാസ് ആയിരിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ കിടക്കുന്ന, കാരണം നമ്മൾ ഹീലാവും, നമ്മൾ ഇമോഷണലി ഒക്കെ കുറേയൊക്കെ ഹീലാവും. പക്ഷേ ആ ഇമോഷണൽ ബ്ലോക്കേജസിൻ്റെ ഒരു പാർട്ട് കിടക്കുന്നത് നെർവസ് സിസ്റ്റത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നെർവസ് സിസ്റ്റം നമ്മളുടെ ഹീലാവാണ്ട്, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം ഹീലായിട്ടില്ലെങ്കിൽ നമ്മളിൽ നിന്നും തന്നെ റൺ ചെയ്യുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈൻ മസ്കുലൈൻ അവരിൽ നിന്നും റൺ ചെയ്യും. ഈ ഒരു റണ്ണർ ചേസർ ഡൈനാമിക്സിനെ നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നെർവസ് സിസ്റ്റം ഹീലായില്ലെങ്കിൽ. ശരിക്കും പറയുമ്പോൾ സയൻസായിട്ട് എടുക്കാൻ, നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിൽ എടുക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ പ്രഷർ ഫീൽ ആകുമ്പോൾ, നമ്മളുടെ ഉള്ളിൽ ഫിയർ ഫീൽ ആകുമ്പോൾ, ഇൻസെക്യൂരിറ്റീസ് ഫീൽ ആകുമ്പോൾ, സർവൈവൽ മോഡിലാണ് നമ്മളെങ്കിൽ, ഒരു ചേസിങ് എനർജിയിലാണെങ്കിൽ, നമ്മളുടെ ഡിഫൻസ് മോഡിലാണ് നമ്മളെങ്കിൽ, നമ്മളുടെ ഉള്ളിലെ ബയോ കെമിക്കൽ അത് വിവിധ പലതരത്തിലുള്ള ഹോർമോൺസ് ആക്ടിവേറ്റ് ആവുകയും അത് ആ ബ്ലഡ് ഫ്ലോനെ ബാധിച്ച് അത് ആ നെർവസ് സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മളുടെ ഹാർട്ട് ചക്രയെ ബ്ലോക്ക് ചെയ്യും. ഗട്ട് ഹെൽത്തിനെ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, പലരും അവേക്കനിങ് ജേർണിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. അതായത് അസിഡിറ്റി കൂടി, അല്ലെങ്കിൽ ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിക്കാൻ തോന്നുന്നില്ല. ഇതിൻ്റെയൊക്കെ റീസൺ ആക്ച്വലി ഈ നെർവസ് സിസ്റ്റം ഹീലിങ്ങിന് വരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹീലിങ്ങിലേക്ക് നമ്മൾ എത്തപ്പെടാത്തത് കൊണ്ടാണ്. അതായത് നമ്മളുടെ ഉള്ളിൽ വേഗസ് നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവുണ്ട്. അത് ഏറ്റവും വലിയ നെർവാണ്. അത് എല്ലാത്തിനെയും, നമ്മളുടെ ഈ പറഞ്ഞ പോലെ മൂഡ് സിസ്റ്റത്തിനെ, നമ്മുടെ ഹെൽത്തിനെ, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ, നമ്മളുടെ ഹാർട്ട് റിലേറ്റഡ് കാര്യങ്ങളെ, നമ്മളുടെ ഗ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം മാനേജ് ചെയ്യുന്നത് ഈ നെർവസ് സിസ്റ്റം നെർവാണ്. അതേപോലെ തന്നെ നമ്മളുടെ ട്രോമാസ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കിടക്കുന്നത് ഈ നെർവായിരിക്കും. അതായത് അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും, PNS എന്ന് പറയും. ഞാൻ വലിയ പദങ്ങളൊന്നും ഇവിടെ എടുക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു PNS ഫങ്ഷൻ അതായത് ഈ രണ്ട് നെർവസ് സിസ്റ്റത്തിൻ്റെയും ഫങ്ഷൻസിൻ്റെ ഔട്ട്കം ആയിരിക്കും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ബ്ലോക്കേജസിൻ്റെ അനുസരിച്ച് നമ്മളുടെ മെമ്മറി, അതായത് നെർവിൻ്റെ മെമ്മറിയിൽ, നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ മെമ്മറി നമ്മളെ പിന്നെയും എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ബോഡി പെയിൻസ് ഹീലിംഗ് ജേർണിയിൽ പല പ്രാവശ്യം പിന്നെയും റിപ്പീറ്റഡ് ആയിട്ടൊക്കെയും തോന്നുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഹീലിംഗ് ജേർണിയിൽ വന്നു കഴിയുമ്പോഴും നമ്മൾ ചേസിങ് എനർജിയിലായിരിക്കും. നമ്മളൊക്കെയും ചെയ്യുന്ന കാര്യമാണത്. അതായത് എനിക്കിനി എന്തൊക്കെ ഹീൽ ചെയ്യണം, എനിക്കിനി ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യണോ, എൻ്റെ ആൻസിസ്ട്രൽ ഹീലിംഗ് ചെയ്യണോ, അത് ഒരു ഫേസ് അങ്ങനെ ആയിരിക്കും നമ്മൾക്ക്. ഓഫ് കോഴ്സ് ഡിവൈൻലി ഗൈഡഡ് ജേർണിയാണ് ആയതുകൊണ്ട് ആ ജേർണീനെ വിശ്വസിക്കുക. നിങ്ങൾ നെർവസ് സിസ്റ്റത്തിനെ ഹീൽ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഹീൽ ചെയ്തിരിക്കും, ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഹീൽ ചെയ്തിരിക്കും. ഓൺലി തിങ് ദൈവം ഹീൽ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ഹീലിംഗ് ചെയ്യാതിരിക്കരുത്. ഹീലിങ്ങിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇന്നർ വർക്ക് ചെയ്യുക. ബാലൻസ് നാച്ചുറലി നമ്മൾക്ക് ഡിവൈനായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുക എന്തൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, ആ ഹീലിങ്ങിനെ നമ്മൾ ചേസ് ചെയ്യുക എവിടെയൊക്കെയോ. അതായത് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കില്ല. സോ ഇതും ഒരു ചേസിങ് ആണ്. അപ്പോൾ ഇതൊരു ഡൂയിങ് ആയി നമ്മൾ, അതായത് ഞാൻ അത് ചെയ്യണം, ഇത് ചെയ്യണം,
ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുമ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് എൻ്റെ മൈൻഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്ലാനിങ് നടക്കും. ഇതൊക്കെയും നമ്മൾ ചേസിങ് ആണ് ചെയ്യുന്നത്. ഒരു ഫെമിനൈൻ എനർജി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലിരിക്കണം. വളരെ ബുദ്ധിമുട്ടാണത്, വളരെ ബുദ്ധിമുട്ടാണ്. എത്ര നേരം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നോ ആ ഒരു മൊമെൻറ്റിൽ ബ്രീത്തിനെ തിരിച്ചെടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു ശരീരത്തിലാണ്, ഞാനിപ്പോൾ ഈ ഒരു കാര്യമാണ് ചെയ്യുന്നതെന്ന് ഉള്ള രീതിയിൽ എനർജീനെ ഫ്ലോ ആക്കണം. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിലേക്ക് വരുമ്പം നമ്മൾക്കൊരു ബീയിങ്ങിൻ്റെ എനർജിയിൽ ഇരിക്കാൻ പറ്റും. അതായത് പാസ്റ്റ് നമ്മൾക്ക് കൺസിഡർ ചെയ്യുന്നില്ല, ഫ്യൂച്ചർ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാൻ പറ്റും. വാക്കിംഗ്, ഗ്രൗണ്ടിങ്, ബ്രീത്തിങ് എക്സസൈസസ് ഏറ്റവും കൂടുതൽ ഈ ജേണിയിൽ ഇപ്പോൾ ഇന്നർ വർക്കിനായിട്ട് എന്നോട് ഡൗട്ട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുള്ളത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യൂ. ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഇത്ര ഇമ്പാക്റ്റാണ് ഈ ഒരു ജേണിയിൽ ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത്. മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അതറിയാതെ ചെയ്ത പല കാര്യങ്ങളും എത്രത്തോളം എനിക്ക് എൻ്റെ ഹീലിംഗ് ജേണിയിൽ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് മനസ്സിലായത്. സോ ബ്രീത്തിങ് എക്സസൈസ് എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാം. നമ്മൾക്ക് സൗണ്ട് ഹീലിങ്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സൗണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള സൗണ്ട് ഹീലിങ്സ് അറിയാം. നമുക്ക് അത് ടിബറ്റൻ സൗണ്ട്സൊക്കെ കേൾക്കുമ്പോഴും കാമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഹാർട്ട് സെൻറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്കേജസിനെ ഹീലാവാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. കരയുക. ഇത് പറയുമ്പോൾ തിരിച്ചു ചോദിക്കും പേഴ്ജിങ് മതിയാവുന്നില്ലേന്ന്. നമ്മൾക്ക് ഈ സ്പിരിച്വൽ ജേണിയിൽ, പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേണിയിലൊക്കെ ആണെങ്കിൽ പേഴ്ജിങ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അതിലൂടെ ആക്ച്വലി അറിഞ്ഞോ അറിയാതെ നമ്മളുടെ ആ ഒരു ബോഡീൻ്റെ ക്ലെൻസിങ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കരയുന്നത് ഹം ചെയ്യുക. പാട്ട് പാടാൻ പറ്റുന്നവരാണോ അല്ലയോ അതൊന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹം ചെയ്യുക. അതല്ലെങ്കിൽ ത്രോട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള പ്രാണയാമാസ് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫീലിങ്സിനെ ഫീലാകുക, യോഗ ചെയ്യുക, ഡാൻസ് ചെയ്യുക. ഇതൊക്കെയും ഹെൽപ്ഫുള്ളാണ്. അടുത്തതായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം മൈൻഡിലുള്ള തോട്ട് പാറ്റേണെ നമ്മൾ എങ്ങനെയോ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ കൂടെ തന്നെ ബോഡിയിൽ എവിടെയാണ് ആ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഫീൽ ആവുന്നതെന്ന് മനസ്സിലാക്കി ആ പെയിനിലേക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ആ പെയിനിനെ ഈ ഒരു നിമിഷം എൻ്റെ ബോഡിയിൽ നിന്നും എൻ്റെ എനർജറ്റിക് സെൻറ്റേഴ്സിൽ നിന്നും ഞാൻ റിലീസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻറ്റൻഷൻ കൊടുക്കുക. കാരണം നമ്മുടെ ബോഡിക്ക് ഒരു സ്വയം ഹീലാവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിലൂടെ നമ്മൾ പതിയെ ആ ഒരു കപ്പാസിറ്റീനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഏത് തരത്തിലുള്ള ബോഡിയിലുള്ള മസാജസും നമ്മൾക്ക് ഈ നെർവസ് സിസ്റ്റത്തിലുള്ള ബ്ലോക്കേജസ് ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസബിൾ ആയിട്ടുള്ളത് നമ്മളുടെ ഇമോഷണൽ ബാഗേജ്, ഇമോഷണൽ ട്രോമാസ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് നമ്മുടെ നാഭിയുടെ ചുറ്റുമായിരിക്കും. ഓക്കെ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെയും അതിൻ്റെ കൂടെ ഏർലി മോർണിംഗ് അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും ഏതെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് ആ ഒരു വയറിൻ്റെ ചുറ്റും, അതായത് നാഭിയുടെ ചുറ്റും വയറ് മസാജ് ചെയ്യുക. അത് ക്ലോക്ക് വൈസിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു മസാജിൽ ബോഡിയിലെ നെർവസ് സിസ്റ്റത്തിലുള്ള എന്ത് കാര്യമാണോ ഉള്ളത്, അതായത് അത് അത്രത്തോളം ഫീൽ ചെയ്ത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിലുള്ള ബ്ലോക്കേജസിനെ ഹീൽ ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞു, ഹീലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഹീലിങ്ങിനെ ചേസ് ചെയ്യും, സ്പിരിച്വൽ അവേക്കനിങ്ങിനെ ചേസ് ചെയ്യും. ബി ജെൻറ്റിൽ ടു യുവർ സെൽഫ്. ഹീലിംഗ് എന്ന് പറയുന്നത് ഈ ലൈഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾ അവേക്കൺ ആയെങ്കിൽ ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത്, നമ്മളുടെ ശ്വാസം ലാസ്റ്റ് ആവുന്നോടം വരെ ഈ ജന്മത്തിലും മേ ബി ഇനിയും ജന്മങ്ങളുണ്ടെങ്കിലും ഈ ഒരു അവേക്കനിങ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എവിടെയാണോ, ഞാൻ റൈറ്റ് പ്ലേസിലാണെന്ന് മനസ്സിലാക്കുക. ഹീലിംഗ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ഹീലിങ്ങിനെ ഒരു ബേർഡനായിട്ട് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിലല്ലാതെ
ദൈവം എനിക്ക് ഈ ഒരു വഴി കാണിച്ചു തന്നു, എൻ്റെ സോൾ തിരഞ്ഞെടുത്ത വഴി, ഇതിലൂടെ ഞാൻ പോകുന്നു, എന്തായാലും ഇതെൻ്റെ നല്ലതിനാണ്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റോടെ ഹീലിംഗ് ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളപ്പോൾ, ഇപ്പോൾ പനിയൊക്കെ സിവിയറായിട്ട് പനിയുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, പീരിയഡ്സിൻ്റെ ടൈമിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒത്തിരി സ്ട്രെസ്ഫുള്ളായിട്ട് ഹീലിങ്സ് ചെയ്യാതിരിക്കുക. കാരണം ബോഡി എന്ന് പറയുന്നത് ടെമ്പിളാണ്. അപ്പോൾ ഈ ഒരു ടെമ്പിളിനെ നമ്മൾ അത്രയും പ്യൂരിറ്റിയോടെ നോക്കുമ്പോൾ മാത്രമേ നമ്മൾ ആ ടെമ്പിളിലുള്ള സോള് അത്രയും പ്യൂരിഫൈ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. സോ എപ്പോഴും ബോഡിയിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കുക. നമ്മുടെ തോട്ട് പാറ്റേൺ ഒക്കെയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എഗെയിൻ ഹാർട്ട് സെൻറ്ററിലേക്ക് ആ ഒരു എനർജീനെ ഒരു ബ്രീത്തിലൂടെ തിരിച്ചു കൊണ്ടുവരിക. ഇന്നർ ചൈൽഡിലേക്ക് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഏകദേശം നമ്മൾക്ക് ചെയ്താൽ പതിയെ നമ്മുടെ നെർവസ് സിസ്റ്റവും ഹീലായിട്ട് വരും. ഹീലിംഗ് എന്ന് പറയുന്നത് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നെർവസ് സിസ്റ്റം ഹീൽ ചെയ്യുന്നു എന്ന് സെൽഫ് അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ ആ ഒരു നെർവസ് സിസ്റ്റം ഹീലിങ്ങിലേക്ക് കണക്റ്റ് ആകും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും ചെയ്യുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇത് മാത്രമാണെന്നല്ല, ഇതിൽ കൂടുതൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണും. ക്രിയേറ്റീവ് സൈഡൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴൊക്കെയും നമ്മളുടെ ആ ഒരു നെർവസ് സിസ്റ്റത്തിൽ ബ്ലോക്കായി കിടക്കുന്ന എനർജീനെ നമ്മൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നെർവസ് സിസ്റ്റം ഹീലിങ്ങിനെ കുറിച്ച് ഉള്ള കണ്ടൻറ്റ്. ഹെൽപ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്, വീഡിയോനെ ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മൺഡേ തൊട്ട് ഇന്നർ ചൈൽഡ് ഹീലേഴ്സിന് വേണ്ടിയുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ടാവുന്നുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഇത് ഹീലിംഗ് ചെയ്ത് തരികയാണോ എങ്ങനെയാണെന്നുള്ളത്. ഹീലിംഗ് ചെയ്യുന്നതിനല്ല, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാം, മറ്റുള്ളവരെയും ഹീൽ ചെയ്യാവുന്നതാണ്. സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചേരാവുന്നതാണ്. മൺഡേ അല്ല, മൺഡേ തൊട്ട് തന്നെയാണ്. സോറി. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ലാമ ഫെയറ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചു അതെന്താണെന്ന്. അത് ബുദ്ധിസം മൊഡാലിറ്റിയിലുള്ള ഹീലിംഗ് ടെക്നിക്സാണ്. സിമ്പിൾസിൻ്റെ കൂടെ നമ്മൾ ഹീൽ ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഹീലിംഗ് ടെക്നിക്കാണ്. അതിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബേസിക്കും അഡ്വാൻസും കൂടെ വരും. അതായത് ടോട്ടൽ ലാമ ഫെയറ കോൺസെപ്റ്റ് മൊത്തമാണ് പഠിപ്പിക്കുന്നത് അവിടെ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കണക്റ്റ് ആവാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് സെഷനും, അതായത് ഹീലിംഗ് സെഷൻസിന്, കൗൺസിലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കൊക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും മഹാശിവരാത്രി. ഓം നമഃ ശിവായ.